വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖവും വിഴിഞ്ഞം ബീച്ചും വിഴിഞ്ഞം പോർട്ടും ഉൾപ്പെടുത്തിയുള്ളതാണ് ഈ വീഡിയോ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഈറ്റില്ലമാണ് വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം. വിഴിഞ്ഞം പള്ളിയുടെ അങ്കണത്തിൽ നിന്ന്, അതൊരല്പം ഉയരത്തിലാണ്, അവിടെ നിന്നുള്ള മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ കാഴ്ചകളാണ് നാം ഇപ്പോൾ ഈ കാണുന്നത്. ഞായറാഴ്ച ആയതിനാൽ മത്സ്യബന്ധന ബോട്ടുകളൊന്നും തന്നെ കടലിലേക്ക് പോയിട്ടില്ല. എല്ലാം ഇവിടെ പാർക്കിങ്ങിലാണ്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ. വിഴിഞ്ഞത്തിൻ്റെ മുഖച്ഛായ അടയാളപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ചകൾ. നല്ല ഭൂപ്രകൃതി, മനോഹരമായ അതിവിശാലമായ കടൽപ്പുറം, ഹാർബറിനോട് ചേർന്നുള്ള കെട്ടിട സമുച്ചയങ്ങൾ, ഫ്ലാറ്റുകൾ, കടകൾ, ഷോപ്പുകൾ, മാളുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ കൊണ്ട് അതിമനോഹരമായ വിഴിഞ്ഞം ഹാർബർ. വളരെ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു വിഴിഞ്ഞം സന്ദർശിക്കുക എന്നുള്ളത്. തിരുവനന്തപുരം സ്വദേശിയാണെങ്കിലും ഇതുവരെയും വിഴിഞ്ഞം കാണാൻ പറ്റിയിട്ടില്ല. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്ത് പ്രധാനമായും വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖവും വിഴിഞ്ഞം ബീച്ചും വിഴിഞ്ഞം പോർട്ടും വിഴിഞ്ഞം പള്ളിയുമാണുള്ളത്. അതിനോടൊപ്പം തന്നെ വിഴിഞ്ഞത്തൊരു അമ്പലവുമുണ്ട്. പക്ഷേ അതെനിക്ക് അന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നീടാണ് ഞാനത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തെ അമ്പലം ഇതിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് വിഴിഞ്ഞം ബീച്ച്, വളരെ മനോഹരമായ വിഴിഞ്ഞം ബീച്ച്. ആളൊഴിഞ്ഞതാണ്. കാരണം നട്ടുച്ചയ്ക്കായിരുന്നു നമ്മൾ പോയത്. കുറേ KSRTC ടൂറുകാരൊക്കെ വന്നെങ്കിൽ അവർ പോർട്ടിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം ബീച്ച് വിജനമായിരുന്നു. നല്ല നട്ടുച്ച, തിരമാലകൾ നല്ല ശക്തിക്ക് ആഞ്ഞടിക്കുന്ന, പാറക്കല്ലിൽ തല തല്ലുന്ന തിരമാലകളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇതും പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്നുകൊണ്ടുള്ള ദൂരക്കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശാലമായ കാഴ്ച കിട്ടുകയും ചെയ്തു. വിഴിഞ്ഞം ബീച്ച് കാണുന്ന ആർക്കും ഇഷ്ടപ്പെടും. അത്ര മനോഹരമായ വ്യൂ ആണ് വിഴിഞ്ഞത്ത് ഉള്ളത്. തിരമാലകൾ ആർത്ത് അലച്ച് വരുന്നത് കാണുന്നോ? പാറക്കല്ലിൽ വന്ന് തല്ലി ചിതറി ഉടഞ്ഞ് അപ്രത്യക്ഷമാകും. വീണ്ടും അടുത്ത തിര വന്ന് ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന കടലിൻ്റെ പ്രതിഭാസം. ഈ ആളുകളൊക്കെ നടന്നു പോകുന്നത് വിഴിഞ്ഞം പോർട്ടിലേക്കാണ്. അകലെയായി കണ്ടെയ്നർ ടെർമിനൽ തല ഉയർത്തി നിൽക്കുന്നത് നമുക്ക് കാണാം. ബോർഡ് വെച്ചിട്ടുണ്ട്. 500 ടൺ ബൊള്ളാഡ് പൂൾ എന്നാണ്. അതിൻ്റെ കപ്പാസിറ്റി ആയിരിക്കാം ഈ കാണിക്കുന്നത്. വിഴിഞ്ഞം പോർട്ടിലേക്കുള്ള അല്ലെങ്കിൽ പോർട്ടിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എല്ലാവരും ചെന്ന് നോക്കി നിൽക്കുന്നു. പക്ഷേ അന്ന് കപ്പലില്ലായിരുന്നു. കപ്പലൊന്നും അവിടെ നങ്കൂരമിട്ടിട്ടില്ല. എന്നാലും നമ്മുടെ അഭിമാന സ്തംഭമായ വിഴിഞ്ഞം പോർട്ട് കാണാൻ ധാരാളം ആളുകൾ എത്തിയിരുന്നു. ഇത് നോക്കൂ, 500 ടൺ ബൊള്ളാഡ് പുൾ ടെസ്റ്റ് ഫെസിലിറ്റി എന്നാണ് ഈ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. തിരമാലകൾ തീരത്തേക്ക് ആഞ്ഞടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അകലെയായി കണ്ടെയ്നർ ടെർമിനൽ. ഇത്രയും ശക്തിയുണ്ട് നമ്മുടെ അടുത്ത് കരയിലേക്ക് വന്ന് ആഞ്ഞടിക്കുന്ന തിരമാലയ്ക്ക്. പ്രകൃതിദത്തമായ വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ആദ്യ സമർപ്പിത ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ്. കൂടാതെ രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖവുമാണ്. ഇത് ഭൂമധ്യരേഖയ്ക്കടുത്തായി അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിദത്തമായ ആഴവും വലിയ ചരക്ക് കപ്പലുകൾക്ക് സൗകര്യവുമാണ് വിഴിഞ്ഞത്തിൻ്റെ മുഖ്യ ശക്തികൾ. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനിടയുള്ള പദ്ധതിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി ആയ വിഴിഞ്ഞം പദ്ധതി.
പദ്ധതി നടപ്പിലായപ്പോൾ ഭാരതത്തിലെ മറ്റ് വൻ തുറമുഖങ്ങളിലെ വർദ്ധിച്ചു വരുന്ന തിരക്ക് ഗണ്യമായ രീതിയിൽ കുറയ്ക്കാനാകുമെന്ന് കരുതപ്പെടുന്നു. വിഴിഞ്ഞത്തു നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽപാത കടന്നുപോകുന്നു. രാജ്യത്തെ ആഴമേറിയ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ് വിഴിഞ്ഞം. മദർഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയുന്നതിനാൽ ഇത്തരം പോർട്ടുകൾ മദർ പോർട്ട് എന്നും അറിയപ്പെടുന്നു. 20,000 മുതൽ 25,000 വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ കപ്പലുകളാണ് മദർഷിപ്പുകൾ. ഇവയ്ക്ക് 350 മുതൽ 450 മീറ്റർ നീളമുണ്ടാകും. ബഹുനില കെട്ടിടങ്ങളുടെ ഉയരമുള്ള ഇത്തരം കപ്പലുകളുടെ അടിഭാഗം കടലിനടിയിൽ 16 മുതൽ 20 മീറ്റർ താഴ്ചയിലാവും കാണപ്പെടുക. കൂടുതൽ ആഴമുള്ള പോർട്ടുകളിലാണ് ഇത്തരം കപ്പലുകൾ അടുക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് പ്രകൃതിദത്തമായി തന്നെ 20-24 മീറ്റർ ആഴമുള്ളതിനാൽ ഇത്തരം കപ്പലുകൾ സുരക്ഷിതമായി തന്നെ അടുപ്പിക്കാനാകും. ഈ കപ്പലുകളെ അടുപ്പിക്കാവുന്ന പോർട്ട് ആയതിനാൽ തന്നെ ഇതിനെ മദർ പോർട്ട് അഥവാ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്നറിയപ്പെടുന്നു. ടൂറിസം രംഗത്തും വൻതോതിലുള്ള വികസനം കൊണ്ടുവരാൻ വിഴിഞ്ഞത്തിനാകുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. നിലവിൽ കൊളംബോയിൽ ഒട്ടേറെ പോർട്ടുകളിൽ നിന്ന് കപ്പലുകൾ എത്തുന്നതിനാൽ കൊച്ചി ഉൾപ്പെടെയുള്ള പോർട്ടുകളിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് ചരക്കുമാറ്റത്തിനായി ദിവസങ്ങൾ കാത്തുകിടക്കേണ്ട അവസ്ഥയുണ്ട്. ഇതൊഴിവാക്കാനും വിഴിഞ്ഞത്തിൻ്റെ വരവിലൂടെ സാധിക്കും. ഇത് വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖമാണ്. അടുത്ത് നിന്നുള്ള കാഴ്ചകളാണ് ക്ലോസപ്പ്. വിഴിഞ്ഞം പോർട്ട് ചുറ്റി നമുക്ക് നടന്ന് വിഴിഞ്ഞം പള്ളി ചുറ്റി ഹാർബറിനടുത്ത് എത്താൻ പറ്റും. വള്ളങ്ങളെല്ലാം നിരനിരയായിട്ട്, ബോട്ടുകളെല്ലാം നിരനിരയായിട്ട് അടുക്കിയിട്ടിട്ടുണ്ട് ഇന്ന് അവധി ദിവസം. എന്നാലും കാണാൻ നല്ല രസമുണ്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നിത്യ ജീവിത മാർഗമാണിത്. അത് നമുക്ക് വളരെ അടുത്ത് കാണാം. വളരെ മനോഹരമായി അടുക്കിയിട്ടിരിക്കുന്ന ബോട്ടുകൾ, മത്സ്യബന്ധന ബോട്ടുകൾ. അതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ബിൽഡിങ്ങും ഇവിടെയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.